بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, SSFന്റെ പ്രവർത്തകർ, SSFന്റെ ലക്ഷ്യവും മാർഗവും എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടതുപോലെ അറിയാം. എപ്പോഴും ലക്ഷ്യവും മാർഗവും നന്നായിരിക്കണം. നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചതല്ല. നല്ല ലക്ഷ്യത്തിലേക്ക് ചേരാൻ നല്ല മാർഗം അവലംബിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ജനങ്ങളെ അയക്കുമ്പോൾ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ ഖലീഫ, പ്രതിനിധി എന്നാണ് മനുഷ്യരെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ആജ്ഞകളും അവന്റെ വിധികളും നിയമങ്ങളും രാജ്യത്ത് നടപ്പിൽ വരുത്തി സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷമുണ്ടാക്കുന്ന പ്രതിനിധികൾ എന്നാണ് അല്ലാഹു ഖുർആനിലൂടെ മനുഷ്യരെ വിശേഷിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രതിനിധി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൂടുതലും അല്ലാഹുവിന്റെ ഗളബ് കുറവും ആണ്. മാത്രമല്ല അല്ലാഹു നമ്മെ പഠിപ്പിച്ചു, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ തത്വസംഹിതകളെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചേ പറ്റും. മുസ്ലിംകളോട് ഇസ്ലാം കൽപ്പിക്കുന്നു, നിങ്ങൾ ഇസ്ലാം മുറുകെ പിടിക്കണം. ഫഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. വളരെ സുദീർഘവും സുഭദ്രവും ആയ ഒരു കയർ പോലെ നീണ്ടു നിൽക്കുന്നതും ശക്തിയുള്ളതുമാണ് അല്ലാഹുവിന്റെ ദീൻ. ആ ദീൻ നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കണം. അങ്ങനെ ദീൻ മുറുകെ പിടിക്കണം എന്ന് കൽപ്പിച്ച അതേ ഇസ്ലാം ദീനിൽ വരാത്ത, ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത എല്ലാ മനുഷ്യരോടും മാനുഷിക മൂല്യത്തെ ഉയർത്തിപ്പിടിച്ച് ബന്ധപ്പെടണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. 10 ലക്ഷം ഹദീസുകളിൽ ആദ്യമായി പഠിപ്പിക്കപ്പെടുന്ന ഹദീസാണ്, നബി തങ്ങളുടെ വചനമാണ്, അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. പരസ്പരം സ്നേഹം കാണിക്കുകയും സൗഹൃദം കാണിക്കുകയും സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആല അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂലോകത്തുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ കരുണ കാണിക്കണം. മുസ്ലിംകളെന്നോ ഹൈന്ദവരെന്നോ ക്രൈസ്തവരെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ
അതിരുവരമ്പുകൾ ഇല്ലാതെ മുഴുവൻ മനുഷ്യരോടും മാനുഷിക മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് സൗഹൃദത്തിലും ഒത്താശയിലും ജീവിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നയം. വളരെ ത്യാഗം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള തലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയത് ഒരൊറ്റ പ്രഖ്യാപനം: ഞങ്ങൾ പരിശുദ്ധ ഇസ്ലാം മുറുകെ പിടിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ ആശയ ആദർശം മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. അതേസമയം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജാതിമത ഭേദമന്യേ വർഗീയതയില്ലാതെ തീവ്രവാദമില്ലാതെ ടെററിസത്തിന്റെയും ദേശസ്കൃതികളുടെയും ആളുകൾ ആവാതെ ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ കാത്തു സൂക്ഷിക്കും. ഇന്ത്യ രാജ്യത്തെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഇതാണ് അലിസാബിയുടെ പ്രഖ്യാപനം. അപ്പോൾ ഒന്ന്, മതമൈത്രിയും മതസൗഹാർദ്ദവും മതസഹിഷ്ണുതയും നിലനിർത്തി രാജ്യത്തെ സംരക്ഷിക്കുക. അതേസമയം നമ്മുടെ സംസ്കാരം ഇസ്ലാമിക സംസ്കാരം തന്നെ ആയിരിക്കുക. എല്ലാ സംസ്കാരവും ഒന്നായിരിക്കണമെന്ന് പറയുന്ന ഏക സിവിൽ കോഡ് വാദം ഒരിക്കലും സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയ സമയത്ത് എല്ലാ ജാതി മതങ്ങൾക്കും മതമില്ലാത്തവർക്കും അവരുടെ ആശയം അനുസരിച്ച് ജീവിക്കാം, ഇന്ത്യ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ളത്. ഇതിനെതിരായി എല്ലാവരും ഒറ്റ ജാതി ഒറ്റ മതം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. ആ ഒരു മതവും ഒരു ജാതിയും ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടാവുകയില്ല. മുസ്ലിങ്ങൾ പറയും അത് മുസ്ലിം ആവണമെന്ന്, ഹൈന്ദവർ പറയും അത് ഹിന്ദു മതമാവണം, ക്രൈസ്തവർ പറയും ക്രൈസ്തവ മതമാവണം. അങ്ങനെ പറഞ്ഞാൽ ഈ രാജ്യത്ത് നാശമല്ലേ? ഈ രാജ്യത്ത് അപകടമല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടന എഴുതിയ തലയെടുപ്പുള്ള നേതാക്കൾ ഈ കാര്യം വളരെ വ്യക്തമായി ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഭൂലോകത്തുള്ള ആളുകളോട് മുഴുവനും കരുണ കാണിക്കുക, മുഴുവൻ ജനങ്ങളോടും സത്യസന്ധമായി പെരുമാറുക, നിലനിൽക്കുക എന്ന് പഠിപ്പിച്ച അതിമഹത്തായ തത്വം നാം എല്ലാവരും സ്വീകരിക്കുക. അതേസമയം എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികളോട്, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, യൗവനകാലം ആവേശമുള്ള സമയമാണ്. ഞങ്ങളെപ്പോലെയല്ല. യൗവനകാലം എന്നാൽ അത് വളരെ ആവേശമുള്ള സമയമാണ്. ഈ ആവേശം ഒരിക്കലും രാജ്യത്തിന്റെ സമാധാനത്തെ തകർക്കുന്നതോ ആളുകളെ തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും നയിക്കുന്നതോ ആയ ആവേശം
നമ്മിൽ ആവാൻ പാടില്ല. പാടില്ല എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ഉണ്ടാകുമെന്ന സംശയത്തിലല്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ പണ്ഡിതന്മാർ ഈ സംഘടനയെ നിയന്ത്രിക്കുന്ന കാലത്തോളം നമ്മുടെ ഒരൊറ്റ കുട്ടി പോലും അത്തരം ആശയത്തിലേക്ക് പോവുകയില്ല എന്നത് വളരെ ഉറപ്പാണ്.